നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഒരു അമേരിക്കൻ സർവേ പുറത്തു വന്നത്. ആ അമേരിക്കൻ സർവേ അന്വേഷിച്ചത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇറാൻ അധിനിവേശം അല്ലെങ്കിൽ ഇറാനിൽ നടത്തുന്ന യുദ്ധം, അതിന് അമേരിക്കക്കാരുടെ എത്ര ശതമാനം അമേരിക്കക്കാരുടെ പിന്തുണയുണ്ട് എന്നതാണ്. ദൗർഭാഗ്യവശാൽ 61% അമേരിക്കക്കാർ മാത്രമേ ട്രംപിൻ്റെ ഈ ഇറാൻ യുദ്ധത്തെ അനുകൂലിക്കുന്നുള്ളൂ എന്നാണ് ആ റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ആ സർവേയുടെ ഫലം വന്നത്. അമേരിക്കൻ ഭരണകൂടമടക്കം ആ ഫലം വിശദമായി പരിശോധിച്ചു വരികയാണ്. അതായത് അമേരിക്കയുടെ ഒരു പിന്തുണ ട്രംപിന് നഷ്ടമാകുന്നു എന്നാണ് സർവേ ഫലം പറയുന്നത്. ഇറാനുമായി യുദ്ധം ചെയ്യുന്നത് അനാവശ്യമാണെന്നും ഇറാനുമായി യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ആവശ്യം പരിഗണിച്ചാണെന്നും ഇങ്ങനെ അമേരിക്ക പണം ചെലവഴിക്കേണ്ട കാര്യമില്ലെന്നും ഏതാണ്ട് 3-3.5 കോടി രൂപ ചെലവാക്കിയത് പാഴായിപ്പോയെന്നുമൊക്കെയാണ് അമേരിക്കൻ ജനങ്ങൾ ഈ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ജനപിന്തുണ ഇടിയുന്നതിൽ ടീം ട്രംപിന് വലിയൊരു ആശങ്കയുണ്ട്. ഇങ്ങനെയുള്ള ഒരു ജനപിന്തുണ ഇടിയുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇറാനുമായി തങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി രംഗത്ത് വരികയാണ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ചാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അതായത് ഭ്രാന്തന്മാർക്ക് ആണവ ആയുധം അതൊരിക്കലും കൈവശം വയ്ക്കാൻ അനുവദിക്കാൻ പാടില്ല, ഭ്രാന്തന്മാർക്ക് ആണവായുധം കൈവശം വയ്ക്കാൻ പാടില്ല എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. ഇതിൽ ഭ്രാന്തന്മാർ എന്നുദ്ദേശിച്ചത് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെയാണ്. അതൊരു പരിധിവരെ ശരിയുമാണ്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഇറാൻ ഈ ആണവായുധം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇറാന് അതിന് കൃത്യമായ ഉത്തരമുണ്ട്. ഇറാൻ അവിടെ ഒരു ക്ലോക്കും മറ്റും വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ഈ ക്ലോക്കിൽ ആണവായുധ നിർമ്മാണം പൂർത്തിയാകുന്ന ദിവസമുണ്ട്. ആ ദിവസം തന്നെ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെല്ലാം ഭീഷണിയാണ് ഇറാൻ്റെ കയ്യിലുള്ള ആണവായുധമെന്ന് അമേരിക്കയ്ക്ക് നിസ്സംശയം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെയാണ്, അല്ലെങ്കിൽ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെയാണ് ഇപ്പോൾ ഭ്രാന്തന്മാർ എന്ന് വിളിക്കുകയും ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരുടെ കയ്യിലൊക്കെ ആണവായുധങ്ങൾ എത്താൻ പാടില്ല. ആണവായുധങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അവരുടെ കയ്യിൽ എത്താൻ പാടില്ല. അതിനു മുമ്പ് തന്നെ അത് നശിപ്പിക്കണം. നമ്മൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാൻ്റെ ആണവായുധങ്ങളുടെ നല്ലൊരു ഭാഗം നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്ത് ശാന്തിയുടെ പ്രതീക്ഷകൾ അസ്തമിക്കാതിരിക്കുന്നത് എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. മാത്രമല്ല, നമ്മളിപ്പോൾ ഇറാനെ നിരായുധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ്റെ പക്കൽ വ്യോമസേനയില്ല, ഇറാൻ്റെ പക്കൽ നാവികസേനയില്ല. ഒന്നൊന്നായി ഇറാൻ്റെ പടക്കപ്പലുകളെ എല്ലാം അമേരിക്ക മുക്കിക്കളഞ്ഞു. ശ്രീലങ്കയ്ക്ക് അടുത്ത് വെച്ച് ഒരു യുദ്ധക്കപ്പലിനെ മുക്കിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു. കൊച്ചിയിലും മറ്റും പിടിച്ചിട്ടിരിക്കുന്ന ഇന്ത്യ സംരക്ഷണം നൽകുന്ന കപ്പലുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതും നീറ്റിലിറക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും അമേരിക്കയുടെ അന്തർവാഹിനികൾ ഈ കപ്പലുകളെ മുക്കും. കാരണം ഇറാൻ്റെ ഏക വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ്. ഇറാൻ്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 90% വാങ്ങുന്നത് ചൈനയാണ്. ചൈന അതിന് പകരം നിത്യോപയോഗ സാധനങ്ങളും പണവുമൊക്കെ ഇറാന് നൽകുമായിരിക്കാം. എന്നാൽ അമേരിക്കൻ ഉപരോധം കാരണം ഇതെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇറാന് ചൈന നൽകി വന്നിരുന്ന ആയുധത്തിൻ്റെ വരവും ഇതിനോടകം തന്നെ നിലച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ശക്തമായ ഈ ഉപരോധം തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഉപരോധം ശക്തമാക്കിക്കൊണ്ട് ഇറാനെ പ്രതിസന്ധിയിലാക്കുക, അങ്ങനെ ചർച്ചാമേശയ്ക്കരികിലേക്ക് വരുത്തുക എന്നതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു യുദ്ധം അവസാനിച്ചു എന്ന ഒരു ഔദ്യോഗിക രേഖ അമേരിക്കൻ പാർലമെൻറ്റിന് നൽകിയത്. ഇനിയിപ്പോൾ ഏത് സമയവും ഇറാനെ ഒരിക്കൽ കൂടി ആക്രമിക്കാനുള്ള അവകാശവും പ്രസിഡന്റ് ട്രംപിന് ലഭിച്ചിരിക്കുകയാണ്. ഇനിയൊരു ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ അത് ഒറ്റ ദിവസത്തിനകത്ത് ഇറാനെ തീർക്കുന്ന ആക്രമണമായിരിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ചർച്ചയ്ക്ക് വരില്ല എന്ന് ശാഠ്യം പിടിച്ചിരുന്ന ഇറാൻ നേരിട്ട് ചർച്ചയ്ക്ക് വരില്ല എന്ന നിലയിലേക്ക് വഴങ്ങിയിട്ടുണ്ട്. അതായത് അമേരിക്കയുമായി അവർ നേരിട്ട് സംസാരിക്കില്ല, പകരം അവർക്ക് പറയാനുള്ളത് പാകിസ്ഥാനെ അറിയിക്കും, പാകിസ്ഥാൻ അത് അമേരിക്കയെ അറിയിക്കും എന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. പാകിസ്ഥാൻ അത്തരത്തിൽ ഇറാൻ്റെ 14 നിർദ്ദേശങ്ങൾ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. അതിപ്പോൾ അമേരിക്ക സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. പക്ഷേ പ്രസിഡന്റ് ട്രംപിൻ്റെ വാക്കുകൾ അനുസരിച്ച് ഈ 14 നിർദ്ദേശങ്ങളും അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്ന കോളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ
ഫെബ്രുവരി 28-നാണ് പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം അമേരിക്കയും ഇസ്രായേലും കൂടി ആരംഭിച്ചത്. ഇറാനെ നിരായുധീകരിക്കുക, ഇറാൻ്റെ കയ്യിൽ നിന്നും ആണവായുധം എടുത്തുമാറ്റുക, ഇതൊക്കെയാണ് ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യം. ഇറാൻ പക്ഷേ പിടിച്ചു നിൽക്കുന്നു. ആദ്യ ഒരു ആക്രമണത്തിൽ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നു. പക്ഷേ IRGC വലിയ പ്രതിരോധം തീർക്കുന്നു, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ തുടരുമ്പോഴാണ് വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഈ വെടിനിർത്തൽ ഏപ്രിൽ 22-ന് അവസാനിക്കേണ്ടതായിരുന്നു. മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന പ്രകാരം അമേരിക്ക ഇപ്പോൾ കുറച്ചുകൂടി സമയം നീട്ടിയിട്ടുണ്ട്. പക്ഷേ ഉടൻ തന്നെ ചർച്ചാ മേശയ്ക്കരികിൽ എത്തണമെന്നും അന്തിമ സമാധാന കരാറിൽ ഒപ്പിടണമെന്നും ഇറാന് അമേരിക്ക അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. അത് ഇറാൻ ഉൾക്കൊള്ളാത്ത പക്ഷം, ഇറാൻ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള പ്രകോപനങ്ങൾ തുടരുന്ന പക്ഷം അമേരിക്ക ഏകപക്ഷീയമായ കനത്ത ആക്രമണം ഉടൻ നടത്താനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നുമുണ്ട്.